ഈ പാമ്പിൻ്റെ കടി ആദ്യം ഏൽക്കുന്നത് എപ്പോഴാണ്? അപ്പോൾ കടി കിട്ടിയ സമയത്തിന് ഞാൻ കൈ ഇങ്ങനെ അതിൻ്റെ തലയിൽ ഇങ്ങനെ വെച്ചു. അപ്പോൾ പല്ല് ഇതിനകത്ത് തന്നെ ഇരുന്നു. അപ്പോൾ കടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ പരമാവധിയുള്ള വെനം ഇതിലേക്ക് അങ്ങ് ഇറങ്ങി. അപ്പോൾ ഏകദേശം 5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ എത്തുന്നു. പിന്നെ മരിച്ചു എന്നാണ് പുറത്തുള്ള വാർത്തകളെല്ലാം വന്നത്. മരിച്ചു എന്ന് തന്നെയാണ്. 30 വയൽ ആൻറ്റിവനം മറ്റേ എടുത്തെന്നാണ് അന്നത്തെ കണക്കിൽ പറയുന്നത്. വെന്റിലേറ്ററിൽ 6 പ്രാവശ്യം ഉണ്ടായിരുന്നു. ബാക്കി 10 പ്രാവശ്യം ഐസിയിൽ തന്നെയായിരുന്നു. മൊത്തം 16 പ്രാവശ്യം ക്രിട്ടിക്കലായി. എൻ്റെ ശരീരത്തിൽ ആൻറ്റിബോഡിയുടെ അളവ് പഠിക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തിന് 2 മാസം കൂടുമ്പോൾ ബ്ലഡ് സാമ്പിൾ ശേഖരിക്കുമായിരുന്നു. ആയുർവേദ ഡോക്ടർമാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് അണലിയുടെ കടി കിട്ടുന്നത്. ക്ലാസ്സിൽ വെച്ച് ഞാൻ പിന്നെ അത് കഴിഞ്ഞ് അണലിയുടെ കടി കിട്ടിയതിന് ശേഷം 1.5 മണിക്കൂർ ക്ലാസ് എടുത്തു. വനംവകുപ്പ് പിടിക്കുന്ന പാമ്പുകൾ മാത്രം അവർ കാട്ടിലേക്ക് വിടും. ബാക്കിയുള്ളവർ പിടിക്കുന്ന പാമ്പുകൾ എവിടെ വിടുന്നു എന്ന് ഒരു കണക്കുകളോ ഒരു സംഭവങ്ങൾ. കടികൾ ധാരാളം കൂടുന്നു, മരണവും കൂടുന്നുണ്ട്. ഈ പാമ്പിൻ്റെ കടി ആദ്യം ഏൽക്കുന്നത് എപ്പോഴാണ്? പാമ്പിൻ്റെ കടി എനിക്ക് ആദ്യമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് സാർ എൻ്റെ ഒരു 18-ാമത്തെ വയസ്സിലോ 19-ാമത്തെ വയസ്സിലാണ് കിട്ടുന്നത്. അത് ഏത് പാമ്പായിരുന്നു? മൂർഖൻ കോബ്ര തന്നെയാണ്. അതെ, കോബ്ര തന്നെയാണ്. ഞാൻ എൻ്റെ വീടിൻ്റെ കുറച്ചപ്പുറത്ത് ഒരു വീടിൻ്റെ മുറ്റത്താണ്, റോഡിലാണ് അത് കണ്ടത്. അപ്പോൾ ഞാൻ അന്ന് മേശിരിപ്പണിക്ക് പോയി തുടങ്ങി. മേശിരിയായി തുടങ്ങിയ സമയത്ത് അവിടെ ഒരു പള്ളിയുടെ ഒരു പാസ്റ്ററിൻ്റെ വീട്ടിൽ ഞാൻ ഇഷ്ടി കെട്ടിക്കൊണ്ട് നിന്നപ്പോൾ അടുത്ത വീട്ടിൽ എനിക്ക് വന്നത് ലളിത എന്ന് പറഞ്ഞ ചേച്ചിയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ ഓടി വന്ന് പിടിച്ച് കയ്യിൽ വെച്ച് വീട്ടിൽ കൊണ്ട് കുപ്പിയിലാക്കാമെന്ന്, കുപ്പിയൊന്നും കിട്ടില്ല, വീട്ടിൽ കൊണ്ട് കുപ്പിയിലാക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് പോകുന്നതിനിടയിലാണ് കയ്യിൽ കടിച്ചത്. അപ്പോൾ കടിച്ച സമയത്ത് തന്നെ കടിക്കാൻ സാധ്യത അന്നത്തെ ഒരു പോസ്റ്റ്മാൻ, ഇന്നത്തെ ആൾക്കാർക്ക് പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞാലൊന്നും അറിയില്ല. അന്നത്തെ പോസ്റ്റ്മാൻ എൻ്റെ കൂടെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിയുടെ മുഖത്ത് നോക്കി സംസാരിച്ചുകൊണ്ട് വരുന്നതിനിടയിലാണ് കടി കിട്ടിയത്. അപ്പോൾ കടി കിട്ടിയ സമയത്തിന് ഞാൻ കൈ ഇങ്ങനെ അതിൻ്റെ തലയിൽ ഇങ്ങനെ വെച്ചു. അപ്പോൾ പല്ല് ഇതിനകത്ത് തന്നെ ഇരുന്നു. അപ്പോൾ കടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ പരമാവധിയുള്ള വെനം ഇതിലേക്ക് അങ്ങ് ഇറങ്ങി. ഞാൻ വീട്ടിൽ വന്നിട്ടാണ് ഇതിനെ ഇളക്കിയിട്ട്, അനിയത്തിയെ കാണിച്ചിട്ട് ഇളക്കി കുപ്പിയിലിട്ട് അടയ്ക്കുന്നത്. അതിനടച്ച് വെച്ച് ഹോൾട്ട് വെച്ചതിന് ശേഷമാണ് ഞാൻ പണിക്ക് പോകുന്നത്. ഞാൻ ഹോസ്പിറ്റലിലല്ല പോയത്. അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചറിയാം. ഞാനൊരു 9:30-10 മണിക്ക് തന്നെ കടിക്കുന്നു. ഞാൻ അത് കഴിഞ്ഞ് തിരിച്ചു പോയി ആ വീട്ടിൽ പോയി ആ ചാരത്തിന് മേളിൽ ഹൈറ്റിൽ നിന്ന് ഏകദേശം 2 മണി വരെ എൻ്റെ മേശിരിപ്പണി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 മണി വരെ. ആ 2 മണി കഴിഞ്ഞ് വന്ന് ഉച്ചയ്ക്കൊക്കെ ഞാൻ സമയത്തിന് ഇറങ്ങാറില്ല. ഞാൻ കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഇറങ്ങുമ്പോൾ 2 മണി, ബാക്കിയുള്ളവരൊക്കെ പോയിട്ട് തന്നെ ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ 2 മണിൻ്റെ പണി ചെയ്തുകൊണ്ട് എന്നെ കാണാനായിട്ട് കല്ലമ്പള്ളിയിലുള്ള കണ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ, അന്നത്തെ വിജയ് സൂപ്പർ വണ്ടിയിൽ വേറൊരാളോട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ വിശേഷങ്ങൾക്ക് പങ്കുവെച്ചുകൊണ്ട് സമയത്ത് ഇങ്ങനെ കടി കിട്ടിയെന്നപ്പോൾ എൻ്റെ മൂത്ത ചേട്ടൻ സത്യദേവനാണ് പറഞ്ഞത്, ഇല്ല ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്ന് അല്ല, അങ്ങനെ പറയാൻ കാര്യം എന്താണ്? എന്തെങ്കിലും ക്ഷീണമോ? എനിക്കൊന്നും തോന്നിയില്ല. പിന്നെ അവർ ചേട്ടന്മാർ ഇപ്പോൾ എന്നെക്കാളും കുറച്ചുകൂടി അറിവ് എൻ്റെ ചേട്ടന്മാർക്കുണ്ടല്ലോ. അപ്പോൾ അവർ അത് എനിക്കൊക്കെ ഒന്ന് ഓടി നല്ല നടക്കുന്നൊരു പ്രായമാണ്, ഒന്നും വകവയ്ക്കാതെ നടക്കുന്നൊരു പ്രായം. അപ്പോൾ പുള്ളി പറഞ്ഞില്ല ഹോസ്പിറ്റലിൽ പോയിട്ട് പെട്ടെന്ന് വരാമെന്നോ, കാണിച്ചിട്ട് വരാമെന്നോ, അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഇവിടെ ഒരു കെട്ട് കെട്ടിയിരുന്നു. ഞാൻ എന്തോ തുണിയോ കയറോ എന്തോ വെച്ച് ഇവിടെ ആ സമയത്ത് തന്നെ കെട്ടിയിരുന്നു. അപ്പോൾ കുറേ കഴിഞ്ഞ് വേദനയൊക്കെ കൂടി. അപ്പോൾ ഞാൻ ഈ വേദനയൊന്നും വഹിക്കുന്ന ഒരാളല്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കെട്ടഴിച്ചു. അന്ന് മുരുകേശൻ സാറായിരുന്നു, വൈദ്യുതി ഭവൻ്റെ പുറകുള്ള മുരുകേശൻ സാറായിരുന്നു അന്നത്തെ ഹെഡായിരുന്നത്. അപ്പോൾ പുള്ളി ഒന്ന് കെട്ടൊക്കെ അഴിച്ച് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ സമയത്ത് എനിക്ക് ശ്വാസം മുട്ടലായി തുടങ്ങി, കണ്ണിന് കാഴ്ച മങ്ങി. ഏകദേശം 3 മണിക്കൂർ 10 മണിക്ക് അടിച്ച് 11, 12, 1, 2, 3 മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ എത്തുന്നത്. അപ്പോൾ ഏകദേശം 5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ എത്തുന്നത്. എൻ്റെ മനസ്സിൽ ഭയം തോന്നിയില്ല, ഞാൻ ഒരു ടെൻഷനും എടുത്തില്ല. ഇങ്ങനൊരു കടി കിട്ടിയ കാര്യം പോലും ഞാൻ മറന്നു. അത് കഴിഞ്ഞ് എന്നെ കയ്യിലെ കെട്ടൊക്കെ അഴിച്ച് അല്പം കഴിഞ്ഞപ്പോൾ എനിക്ക് കണ്ണങ്ങ് മങ്ങി സീരിയസ് ആയി ICUലേക്ക് മാറുകയാണ് ചെയ്തത്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 15 ദിവസത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ മരിച്ചു എന്നാണ് പുറത്തുള്ള വാർത്തകളെല്ലാം വന്നത്. മരിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്ക് ഇന്നത്തെ പോലെ അന്ന് ഇത്രയും എന്താ പറയുക, നമുക്ക് ആൻറ്റിവനത്തിൻ്റെ ഒരു ലഭ്യതയില്ല. അന്ന് ഇത്രയും കടികളില്ല, ഇത്രയും എക്സ്പീരിയൻസ് നമ്മുടെ ഡോക്ടർമാർക്കില്ല. അപ്പോൾ മരിച്ചു എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു 3 ദിവസം 4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ICUന്ന് എനിക്ക് ബോധമൊക്കെ വന്നു. ഒരു 15 ദിവസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ. അന്ന് ആൻറ്റിവനം എടുത്തായിരുന്നു. അന്ന് ആൻറ്റിവനം എടുത്തെന്ന് എനിക്കൊന്ന് 30 വയൽ ആൻറ്റിവനം മറ്റേ എടുത്തെന്നാണ് അന്നത്തെ കണക്കിൽ പറയുന്നത്. 30. അതെ, 30 വയൽ 30 ബോട്ടിൽസ്. അന്ന് എനിക്കെന്ന് പറയുമ്പോൾ അന്നൊക്കെ നല്ല ശരീരമുണ്ട്. അന്ന് ഞാൻ എന്താ പറയുക, എപ്പോഴും നല്ല ജോലിയാണ്, എപ്പോഴും വ്യായാമം ചെയ്യും, കരുക്ക് നന്നായിട്ട് കുടിക്കും, ഫുഡ് നന്നായിട്ട് കഴിക്കും. പിന്നെ ജോലി മേശിരിയായിരുന്നു സമയത്ത് പകൽ മേശിരി പണിയും. ആ വീട്ടിൽ തന്നെ കിണർ വെട്ടോ സെപ്റ്റി ടാങ്കിൻ്റെ കുഴി എടുക്കുമല്ലോ, അല്ലെങ്കിൽ കുറച്ച് ദൂരെ നിന്ന് സാധനങ്ങളൊക്കെ ചുമ്മിക്കൊണ്ടുവരും. അതെല്ലാം ഞാൻ റേറ്റിട്ടെടുക്കും. എന്നിട്ട് രാത്രി പണിക്കാരെ വെച്ച് അത് ഞാൻ ചുമ്മിക്കൊണ്ടുവരും. അപ്പോൾ കല്ല് ചുമ്മാനൊക്കെ ഞാൻ തന്നെ നിൽക്കും. കല്ലുടച്ചു കൊടുക്കാനൊക്കെ ഞാൻ തന്നെ നിൽക്കും. എല്ലാം ഫുൾ ഒരു ശകലം സമയം പോലും ഞാൻ വെറുതെ ഇരിക്കാറില്ല. പിന്നെ അന്ന് ഞാൻ കുറച്ചാൾ ഞാൻ ഇതിന് എന്തെങ്കിലും തെക്കൻ കളരി കുറച്ചാൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുംഫുവിന് കുറേ കാലം പോയി. അപ്പോൾ ഫുൾ ടൈം വ്യായാമം, അപ്പോൾ അങ്ങനെ പോകുന്നൊരു ഇതായിരുന്നു. എനിക്കൊരു സമയം ഞാൻ വേസ്റ്റായിട്ട് കളയാറില്ല ഒരു സമയം. അപ്പോൾ നല്ല ഒരു നല്ല ഉറപ്പുള്ളൊരു കാലഘട്ടമായിരുന്നു.
അപ്പോൾ ഒന്നിനെയും ഭയപ്പെടാതെ മുന്നോട്ട് പോയത്. അപ്പോൾ എനിക്ക് ഇതൊന്നും കാര്യമായിട്ട് തോന്നിയില്ല. ഞാൻ മരിക്കുമെന്നോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്നോ ഒരു ടെൻഷനും എനിക്കില്ലായിരുന്നു. മൊത്തം എത്ര പ്രാവശ്യം ഈ വിഷമുള്ള പാമ്പിൻ്റെ കടി കൊണ്ടിട്ട്? വെനമുള്ള പാമ്പിൻ്റെ എനിക്ക് സീരിയസ് ആയത് ഇപ്പോൾ സാറ് നമ്മളെല്ലാവരും ലോകത്തെല്ലാവരും അറിഞ്ഞിരിക്കുന്നത് ഈ കോട്ടയത്ത് വെച്ചുള്ള കടി വരെ എല്ലാവർക്കും അറിയാവുള്ളൂ. കോട്ടയത്ത് വെച്ച് മുട്ടിൽ കടിയിട്ട് 13ാമത്തെ കടിയാണ് എല്ലാവർക്കും. പക്ഷേ അതിനുശേഷം എനിക്കിപ്പോൾ ഒരു കഴിഞ്ഞ ഈ 2025 ലാസ്റ്റിൽ നവംബറിൽ ഒരു കടി ഉണ്ടായിരുന്നു ഇവിടെ കയ്യിലിങ്ങനെ അത് കോവിഡ് കാലം നമ്മുടെ കൈമനത്ത് NSS കരയോത്തിൽ ഒരു തടി എടുത്തപ്പോൾ തടിയിടയിൽ പാമ്പിരുന്ന് പിള്ളേർ ആ തടിയും കിട്ടപ്പോൾ ഇത് പാമ്പങ്ങ് ചപ്പി അങ്ങ് മരണത്തിൻ്റെ അവസ്ഥയിലാക്കി പോയി. അപ്പോൾ ഞാൻ ചെന്ന് പലവ് പൊക്കിയൊന്നും പെട്ടെന്നൊന്നും ഇവിടെ കടിച്ച് ഞാൻ 15 ദിവസം കിടന്നു. അത് കഴിഞ്ഞാൽ കടി കിട്ടിയിട്ട് ഞാൻ നേരെ പോയത് നെയ്യാറ്റിൻകരയിൽ ഒരു പാമ്പിനെ എടുക്കാനാണ്. തിരിച്ചു വന്നിട്ടാണ് അഡ്മിറ്റ് ആവുന്നത്. അത് കഴിഞ്ഞ് ആ കടി കഴിഞ്ഞ നവംബറിൽ കടി കഴിഞ്ഞ് ഉടനെ ഡിസംബർ ആദ്യം കടി കിട്ടി ഇവിടെ. ഇതും നല്ല സീരിയസ് ആയിട്ടുള്ള കടിയായിരുന്നു. ഇതെല്ലാം ഇതും 15 ദിവസം കിടന്നു. ഏകദേശം ഇവിടെയൊക്കെ നല്ല പഴുപ്പും ഇവിടെയൊക്കെ മാംസമൊക്കെ എല്ലാം ഡെഡായിരുന്നു. ഈ സെൽസ് എല്ലാം ഡെഡായി. ആൻറ്റിബയോട്ടിക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ തന്നെയാണ് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് സർജിക്കൽ ബ്ലേഡും മറ്റേ നമ്മുടെ സർജിക്കൽ സിസറും വാങ്ങി ഇതെല്ലാം കീറി ഇതിനകത്തിരുന്ന പഴുത്ത സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി എല്ലാം ഞാൻ തന്നെയാണ് സ്വന്തമായിട്ട് ടെസ്റ്റ് ചെയ്ത് ഈ പരുവത്തിലാക്കി. ഇപ്പോൾ എങ്ങനെയാണ് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 2 മാസങ്ങൾക്ക് മുന്നേ ഇപ്പോൾ ഇവിടെ നമ്മുടെ പേരൂക്കടയ്ക്ക് അടുത്ത് നമ്മുടെ ഇന്ദിരാനഗറിനകത്ത് വെച്ച് ഒരു കടി കിട്ടിയതാണ്. അതും എങ്ങനെ വീട്ടിൻ്റെ സ്ലാബിളാക്കി പാമ്പിനെ എടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ നിന്നപ്പോൾ ഒരു ഗ്ലാസ് വന്ന് നെറ്റിയിലടിച്ചു. അപ്പം പെട്ടെന്ന് ഇങ്ങനെ വേർത്തപ്പോൾ വെള്ളം ഇങ്ങനെ ഒലിച്ച് പോയിക്കൊണ്ടേ. അപ്പോൾ ഞാൻ ഒരു നെറ്റി പൊട്ടിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തടവയതാണ്, കണ്ണടച്ചിങ്ങനെ തടവിയത്. അപ്പോൾ ഇത് കയ്യിലിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ കയ്യിലേക്ക് കയറി പിടിച്ചു. അത് ഞാൻ 15 ദിവസം കിടന്നു. ഇപ്പോൾ കഴിഞ്ഞ 2025 മാത്രം 3 കടികളുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ വേറെ ആരുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ല. ICUവിൽ എത്ര പ്രാവശ്യം? വെന്റിലേറ്ററിൽ 6 പ്രാവശ്യം ഉണ്ടായിരുന്നു. ബാക്കി 10 പ്രാവശ്യം ICUവിൽ തന്നെയായിരുന്നു. മൊത്തം 16 പ്രാവശ്യം ക്രിട്ടിക്കലായി. 16 പ്രാവശ്യം ക്രിട്ടിക്കലായത്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ മെഡിക്കൽ കോളേജിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർമാരുടെ വിങ് എന്നെ പഠിക്കണം, എൻ്റെ ശരീരത്തിൽ വനത്തിൻ്റെ അളവ് കൊടുത്ത് എനിക്കൊരു ആൻറ്റിബോഡി ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞ് കുറച്ച് നാൾ അങ്ങനെ ഒരു അന്ന് ബേബി പോൾ സാറായിരുന്നു HOD, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഡോക്ടേഴ്സ്. അപ്പോൾ പിന്നെ അത് ഇടയ്ക്ക് എന്തൊക്കെയോ തടസ്സം വന്നാൽ അത് മാറി. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ശ്രീ ചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു 15-20 വർഷം 18 വർഷം ഡോക്ടർ പേര് ഞാൻ മറന്നു, ലേഡിയായിരുന്നു. അവരുടെ ഒരു യൂണിറ്റ് മുട്ടയിൽ നിന്ന് ആൻറ്റിവെനം വികസിപ്പിച്ചൊരു യൂണിറ്റ് ഉണ്ടായിരുന്നു, വികസിപ്പിച്ച് വന്നൊരു യൂണിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എൻ്റെ ശരീരത്തിൽ ആൻറ്റിബോഡിയുടെ അളവ് പഠിക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തിന് 2 മാസം കൂടുമ്പോൾ ബ്ലഡ് സാമ്പിൾ ശേഖരിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ യൂണിറ്റെല്ലാം പൊളിഞ്ഞ് 4 വഴിക്ക് പോയി. പിന്നെ അതും പഠനം പൂർത്തിയാവാതെ പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് മേഖലയായിട്ട് ഞാൻ സഹകരിച്ചിട്ടുണ്ട്. ഈ മൂർഖനല്ലാതെ വിഷമുള്ള വേറെ ഏതെങ്കിലും പാമ്പിൻ്റെ കടിയുണ്ട്? പിന്നെ അണലി കടിച്ചു. എനിക്ക് ഏറ്റവും വലിയ അണലി കടി കിട്ടുന്നത് എനിക്ക് തോന്നുന്നത് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് പുത്തൂര് ശ്രീനാരായണ ആയുർവേദ കോളേജിൽ ആയുർവേദ ഡോക്ടർമാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് അണലിയുടെ കടി കിട്ടുന്നത്. ക്ലാസ്സിൽ വെച്ച്. അപ്പോൾ അവരോട് ഞാൻ പറയുന്നത് പേടിക്കേണ്ട, പാമ്പ് കടിച്ചാൽ ഇന്നാണ് ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ടത് ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കടി കിട്ടുന്നത്. അപ്പോൾ ഞാൻ കടി കിട്ടിയ ഉടനെ ഞാൻ അവിടുന്ന് പേടിച്ച് ഓടി വണ്ടിയിലെല്ലാം വാരി കയറ്റി തിരിച്ച് നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഇവർക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്തായിരിക്കും? ഞാൻ പേടിക്കരുതെന്ന് അവരോട് പറയുകയാണ്. ഞാൻ പിന്നെ അത് കഴിഞ്ഞ് അണലിയുടെ കടി കിട്ടിയതിന് ശേഷം 1.5 മണിക്കൂർ ക്ലാസ് എടുത്തു. 1.5 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ്, സാറിന് വേണമെങ്കിൽ ആർക്കാണെങ്കിലും അത് അന്വേഷിക്കാവുന്നുള്ളതേ ഉള്ളൂ, വേറെ അവരോടും അല്ല, കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് പുത്തൂര് ശ്രീനാരായണ ആയുർവേദ കോളേജിലാണ് നടക്കുന്നത്. 1.5 മണിക്കൂർ ക്ലാസ് എടുത്ത് പിന്നെ അവിടെ നിന്ന് 2 മണിക്കൂർ സംതിങ് കൊണ്ടാണ് ഞാൻ വീട്ടിലെത്തുന്നത്. ഈ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടാണ് ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. അന്ന് എനിക്ക് തോന്നുന്നത് മോഹൻദാസ് സാറാണോ സൂപ്രണ്ട്, അതേ ശർമ്മ സാറായിരുന്നു സൂപ്രണ്ട്. വിളിച്ചു, നേരെ ICUവിൽ ഇപ്പോൾ അഡ്മിറ്റ് ആവുകയാണ്. ഏകദേശം 15 ദിവസത്തോളം ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിന് തൊട്ട് മുന്നേ അത് കഴിഞ്ഞ് എനിക്ക് മാരകമായ അണലിയുടെ കടി കിട്ടുന്നത് പത്തനംതിട്ട ജില്ലയിൽ വെച്ചാണ്. പത്തനംതിട്ട ജില്ലയിൽ കലഞ്ഞൂർ അപ്പുറത്ത് വെച്ച് അതുപോലെ ഒരു അണലിയെ ഒരു കുഴിയിൽ കിടന്ന അണലിയെ രാവിലെ ആൾക്കാർ കല്ലൊക്കെ ഇട്ട് അതിനെ നോവിച്ച് ശരീരമൊക്കെ പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് അറിയുന്നില്ല. ഞാൻ അതിനെ പിടിച്ച് ബോട്ടിലാക്കി വണ്ടിയിൽ കയറ്റി പകുതി ദൂരം വന്നതാണ്. അപ്പോൾ എൻ്റെ കൂടെ അവിടുത്തെ ഒരു വാർഡ് മെമ്പർ കൂടി കയറി. ഞാൻ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയ സമയത്ത് പുള്ളി ഇതിനെടുത്ത് വെളിയിൽ ഡിസ്പ്ലേ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ വന്ന് വഴക്ക് പറഞ്ഞിട്ടിങ്ങനെ അടപ്പ് തുറന്നിങ്ങനെ തട്ടിയതും ഇത്ര നല്ല കുപ്പിയായിരുന്നു. ഇവിടെ കഴുത്തൊടിഞ്ഞിരുന്ന പാമ്പ് ഇവിടെ വന്ന് എൻ്റെ കയ്യിലേക്ക് കടിച്ചു. അത് ഞാൻ അവിടെ നിന്ന് കൊട്ടാരക്കരയിൽ നിന്ന് പിന്നെ പത്തനംതിട്ടയിൽ നിന്ന് പിന്നെ അവിടെ നിന്നൊരു ഞാൻ പോയത് ഓട്ടോയിലാണ് പോയത്. ആ ഓട്ടോയിൽ കൊട്ടാരക്കര വന്നു. കൊട്ടാരക്കരയിൽ നിന്ന് ഒരു ആംബുലൻസിൽ ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വന്ന് അവിടെ അഡ്മിറ്റ് ആയി. അതും 10-15 ദിവസം ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അണലിയുടെ കടിയാണ് ഏറ്റവും അപകടം. പക്ഷേ എനിക്ക് ഏതെങ്കിലും ഒരു കടിയായിരുന്നെങ്കിൽ എനിക്ക് ആൻറ്റിബോഡി ശരീരത്തിൽ ഫോം ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ വനവും കൂടെ കടന്നു പോകുന്നതുകൊണ്ട് അതിനെ ഒന്നിനെയും റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. പിന്നെ എൻ്റെ കൊറോണ വന്നു, അത് സീരിയസ് ആയി. കൊറോണ വന്ന് 2 മാസം കിടന്നത്. അത് സീരിയസ് ആയി. പിന്നെ 2 പ്രാവശ്യം വണ്ടി ഇടിച്ചിട്ട് എനിക്ക് എൻ്റെ മെയിൻ ബോണിന് 6 എണ്ണത്തിന് പൊട്ടലുണ്ടായി.
പിന്നെ അങ്ങനെ കുറേ ആൾ കിടന്നു. പിന്നെ അത് കഴിഞ്ഞാൽ പത്തനംതിട്ട മലയാളപ്പുഴ ക്ഷേത്രത്തിൻ്റെ മതിൽ പൊളിച്ച് പാമ്പിനെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, മതിലിടിഞ്ഞ് വീണിട്ട് മെയിൻ ബോണിന് 3 പൊട്ടലുണ്ടായിരുന്നു, തുടയിലൊരു പൊട്ടലുണ്ടായിരുന്നു, അങ്ങനെ കിടന്നു. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഇരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാൻ പരമാവധി അങ്ങ് യാത്ര ചെയ്യുന്നു. സ്പൈനൽ കോഡിന് കംപ്ലയിൻ്റ് ഉണ്ട്, ഇപ്പോൾ ഓൾറെഡി സ്പൈനലിന് കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ സർജറി ചെയ്യേണ്ട, എന്തെങ്കിലും പ്രശ്നമാകുമ്പോൾ സർജറി ചെയ്യാമെന്ന് ന്യൂറോ സർജന്മാർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പരമാവധി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരമാവധി പഠിക്കാൻ പറ്റുന്നത് പഠിച്ച കാര്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അതുകൊണ്ട് അവയർനെസ് ക്ലാസ്സുകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സാർ. നല്ലതായിട്ട് പോകും. ഈ ശംഖുവരനെ പിടിച്ചിട്ടുണ്ടോ? ശങ്കുരിന് ഇഷ്ടം പോലെ എനിക്ക് തോന്നുന്ന ഒരു 200 മേളിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ കടി ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അതങ്ങനെ പെട്ടെന്ന് കടിക്കില്ല. പെട്ടെന്ന് ഷൈ സ്നേക്ക് ആണെന്നാലും പെട്ടെന്ന് കടിക്കാവുന്ന സാധനം. പക്ഷെ അത് പെട്ടെന്ന് കടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ അത്രയ്ക്ക് കെയർ ചെയ്ത് തന്നെ കൈകാര്യം ചെയ്യും. അതെ, കെയർ ചെയ്ത് തന്നെ കൈകാര്യം ചെയ്യുന്നു. പക്ഷെ അതിന് ആൻറ്റിവെനിൻ ഇല്ല. അല്ല, അതിന് ഇപ്പം എല്ലാം കോമൺ ആയിട്ട് മാത്രമേ ഉള്ളൂ. കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കടിച്ചു ശങ്കുവരനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നാണെങ്കിൽ നമുക്ക് രക്ഷിക്കാം. പക്ഷേ ഉറക്കത്തിലോ അങ്ങനെ ഏതെങ്കിലും സാഹചര്യം നമുക്ക് അറിയാൻ പറ്റിയില്ല, ബൈറ്റ് മാർക്ക് കാണാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ബൈറ്റ് കിട്ടിയത് വേദന ഉണ്ടാവുന്നില്ല എന്നെങ്കിൽ നമുക്ക് ഡെത്തിലേക്ക് പോകാൻ മാത്രമേ നിവർത്തിയുള്ളൂ. അറിയാമെങ്കിൽ നമുക്ക് രക്ഷപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. പിന്നെ ട്രീറ്റ്മെൻറ്റ് നല്ലതായിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിലും മരണം പെട്ടെന്ന് സംഭവിക്കാം. പിന്നെ പേടിയാണ് എല്ലാത്തിൻ്റെ മൂലകാരണം. സാറിന് അറിയാമല്ലോ, കാരണം ഞാൻ പറഞ്ഞാൽ പേടിയാണ് എല്ലാത്തിൻ്റെയും മൂലകാരണം. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അത് ഈ പാമ്പ് പിടിക്കാൻ എന്തോ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ടെന്നോ? അതെ. അത് വല്ലതും താങ്കൾ എടുത്തിട്ടുണ്ട്? ഇല്ല, ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഇതിനും കൊടുത്തില്ല. കാരണം ഞാൻ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ തന്നെയാണ് 2006 ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വനം വകുപ്പിന് ട്രെയിനിങ് കൊടുക്കുന്നത് ഞാനായിരുന്നു. അതെ, 2006 തുടങ്ങി. ഈ ഒരു ആശയം എൻ്റെ ആശയമായിരുന്നു. അന്നത്തെ DFOയുടെ ഒക്കെ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് അന്നത്തെ ഒരു RRTക്കും സ്ട്രൈക്ക് ഫോഴ്സിനും ട്രെയിനിങ് കൊടുത്ത് തുടങ്ങി. 2006 തുടങ്ങിയാണ് ഞാൻ. അപ്പോൾ ഈ 20-25 വർഷത്തോളം ഞാൻ ഈ യാത്ര ചെയ്ത് കേരളം മുഴുവൻ യാത്ര ചെയ്തു. ഇവിടുത്തെ ഫയർഫോഴ്സ്, അത് മാത്രമല്ല ലോക ചരിത്രത്തിൽ ആദ്യമാണ് തണ്ടർ ബോട്ടിന് ട്രെയിനിങ് കൊടുക്കുന്നത്. പാമ്പിനെ പിടിക്കാനൊക്കെ തണ്ടർ ബോട്ടിന് ട്രെയിനിങ് കൊടുത്തത് ഞാനായിരുന്നു ആദ്യമായിട്ട്. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. തണ്ടർ ബോട്ട് നമുക്കാണുള്ളത്. ഇവിടുത്തെ ഇങ്ങനെ ആദ്യമായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നത് ഞാനായിരുന്നു. അത് കഴിഞ്ഞ് അതിൽ വേറൊരു പരമാവധിയുണ്ട്. ആർമിയിലെ ജംഗിൾ ട്രെയിനിങ് സമയത്ത് നമ്മുടെ കൊല്ലം ജില്ലയിൽ കുളത്തൂപ്പുഴയ്ക്ക് അടുത്ത് ചോഴിയക്കോട് ജംഗിൾ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് അവിടുത്തെ ജവാന്മാർക്ക് ട്രെയിനിങ് കൊടുത്ത ഞാനായിരുന്നു. അതിന് 250ഓളം ജവാന്മാരുണ്ടായിരുന്നു. അതിൽ പലരും ഇന്ന് അവരവരുടെ സംസ്ഥാനങ്ങളിൽ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മഹാരാഷ്ട്ര പോയി, ഞാനിപ്പോൾ കർണാടക പോയി. അപ്പോൾ അവിടെയൊക്കെ ഒത്തിരി ആൾക്കാർ നമ്മളെ അനുകരിച്ച് ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ടെന്നുള്ളത്. അനുകരിച്ച് വേറെ അപകടമൊന്നുമില്ല. പക്ഷേ വനം വകുപ്പ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ സാറ് ചോദിച്ചുകൊണ്ട് സാറിനോട് പറയാം, ഇപ്പോൾ എനിക്ക് കടി കിട്ടുമ്പോൾ മാത്രമേ വാർത്ത വരുന്നുള്ളൂ. വനം വകുപ്പ് ഈ ട്രെയിനിങ് തുടങ്ങിയിട്ട് 5 വർഷമായി. ഈ 5 വർഷം കൊണ്ട് കണ്ണൂർ ജില്ലയിൽ മാത്രം പാമ്പ് പിടുത്തക്കാർക്ക് കടി കിട്ടിയത് 10 കടികളാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ ഒരു കടി കിട്ടി. ഒരു പാമ്പിനെ പിടിക്കുന്ന ആൾ അന്നത്തെ റേഞ്ച് ഓഫീസറുടെ ഡ്രൈവർ കൂടിയാണ്. പക്ഷെ ഒരു വാർത്തയും പത്രത്തിൽ വന്നില്ല. ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് മുന്നേ തൃശ്ശൂർ ജില്ലയിൽ ചെറുപ്പക്കാരൻ കടി കിട്ടി, എറണാകുളത്ത് കടി കിട്ടി. ഇതൊന്നും വരുന്നില്ല. ഇവർ ട്രെയിനിങ് കൊടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ട്രെയിനിങ് കൊടുക്കുന്നത് വെച്ചാൽ എനിക്കറിയില്ല. കാരണം വെച്ചാൽ ഇത് വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു പാമ്പിനെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന ആൾക്കാരാരെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണുടച്ച് പറയും വനം വകുപ്പിൻ്റെ ചില ആൾക്കാരാണെന്ന്. കാരണം ഒരു പാമ്പിനെ കൊണ്ട് 150 വരെ പിടിപ്പിക്കുന്നു ഈ വരുന്ന ആൾക്കാർക്ക് ട്രെയിനിങ്. അത് തന്നെയല്ലേ ഏറ്റവും വലിയൊരു പീഡനമല്ലേ? അതുതന്നെയാണ് ഏറ്റവും വലിയൊരു പീഡനം. വെച്ചാൽ വരുന്ന ആൾക്കാരെ കൊണ്ട് എല്ലാവരെയും കൊണ്ടും ഈ ഒരു പാമ്പിനെ പിടിപ്പിക്കുക. അപ്പോൾ അതിന് പെട്ടെന്ന് ഡെത്തിലേക്ക് പോയില്ല. അപ്പോൾ നമ്മൾ സേവ് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത്, ഞാനൊന്നും ഒരിക്കലും പാമ്പുകളെ പ്രകൃതിയെ സംരക്ഷിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ കുറച്ച് നാൾ മുതൽ പിന്നെ പാമ്പിനെയും സംരക്ഷിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം ഞാനിപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന എവിടെ പാമ്പിനെ കണ്ടാൽ ആൾക്കാർ പിടിപ്പിക്കുന്നു, അവർക്ക് ജീവിക്കാൻ സാഹചര്യമില്ല. അപ്പോൾ ഞങ്ങൾ ഇണചേർന്നിരിക്കുന്ന പാമ്പുകളെ പിടികൂടി ചാക്കി കെട്ടി കാട്ടിക്കൊണ്ട് വിടുമ്പോൾ ഈ 2 പാമ്പുകൾ 2 ദിശയിലേക്കാണ് പിന്നെ പോകുന്നത്. പിന്നെ അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ഇവരെ നമ്മൾ പിരിയിക്കുന്നു. അപ്പോൾ അവരുടെ ഒരുമിച്ച് ജീവിക്കേണ്ട സ്ഥലത്ത് നിന്ന് അവരെ പിടിച്ച് കാട്ടിക്കൊണ്ട് എവിടെയോ കൊണ്ട് കളയുന്നു. അതിപ്പോൾ അവരെ ഒരു ജീവിക്കേണ്ട പ്രകൃതിയിലുള്ള ഒരു സംഭവത്തെ ഞാൻ പിരിച്ചു വിടുന്നു. അപ്പോൾ അതൊരു പ്രകൃതി സംരക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ. പിന്നെ അത് മാത്രമല്ല സാർ, ഈ നാട്ടിൽ കിടക്കുന്ന പാമ്പുകളെ എല്ലാം കൂടി പിടികൂടി 1, 2 അല്ലെങ്കിൽ 10, 100 പോയിന്റുകളിൽ കൊണ്ട് ഇങ്ങനെ തുറന്നു വിട്ടാൽ കാടുകളിൽ, ഇപ്പം ഞാൻ ഈ സാറിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ സാറിൻ്റെ ഈ മനോഹരമായ കാട് കാണുമ്പോൾ എനിക്ക് സന്തോഷം. എനിക്ക് തോന്നുന്നു വെച്ചാൽ ഞാൻ പിടിക്കുന്ന പാമ്പുകളൊക്കെ ഇവിടെ വിട്ടാൽ എന്തെന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കും. അത്രയും മനോഹരമായിട്ട് സാർ ഇത് ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പാമ്പുകൾ ഇവിടെ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ആളുകൾക്ക് അപകടമല്ല ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ കാട്ടിക്കൊണ്ട് വിടുമ്പോൾ അവിടെ നമുക്ക് ഈ മരങ്ങളിലൊക്കെ ഉണ്ടാകുന്ന കാടിനെ സംരക്ഷിക്കുന്ന ഒരുപാട് ചെറിയ ബേഡ്സുകളുണ്ട്. ഹമ്മിങ് ബേഡ്സ് അങ്ങനത്തെ കുറേ. അപ്പോൾ എന്താ പറയുക, ചൂളക്കാക്ക, ഇരട്ടത്തലച്ചി, അല്ല കാട്ടുകോഴി, ഇതെല്ലാം തറയിൽ മുട്ടയിടുന്ന ജീവികളാണ്. താഴെയും കുറ്റിച്ചെടികൾ. അപ്പോൾ നമ്മൾ ഇതിനെയൊക്കെ കൊണ്ട് അവിടെ തുറന്നു വിടുമ്പോൾ അവിടെ ഇറങ്ങുന്ന ഇവർക്ക് ഫുഡുകളില്ല. അപ്പോൾ ഇവർ ഈ കാടിനെ സംരക്ഷിക്കുന്ന ചെറിയ പക്ഷികളെയൊക്കെ ഭക്ഷിക്കുന്നു. കുറേ കാലം കഴിയുമ്പോൾ ഇവയൊക്കെ അങ്ങ് നശിക്കും. ഈ നശിക്കുന്ന സമയത്ത് നമ്മുടെ മരങ്ങളിൽ നമ്മുടെ ഇലകൾ തിന്നുന്ന പുഴുക്കൾ വർദ്ധിക്കും. ഈ കാടിൻ്റെ ഇലകൾ നശിക്കാൻ പോകും.
ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മൾ പ്രകൃതി സ്നേഹമെന്ന് പറയും, ഇപ്പം നമ്മൾ ആൾക്കാരെ മാത്രം സേവ് ചെയ്യുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്നും പറഞ്ഞാൽ ഇപ്പോൾ പാമ്പ് കടി കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കുറേ കാലമായി നമ്മുടെ നാട്ടിൽ സിറ്റിക്കകത്തൊന്നും പാമ്പില്ലായിരുന്നു. ഇപ്പോൾ ഒരു 3-4 വർഷത്തിനിപ്പുറം സിറ്റിക്കകത്തൊക്കെ വലിയ വലിയ മൂർഖൻ പാമ്പുകൾ കാണും. എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ സിറ്റിക്കകത്തൊക്കെ പാമ്പിനെ കാണുന്നു. എന്തായാലും വണ്ടിയിലൊന്നും വരാനായിട്ട് ഒരു സാധ്യതയില്ല. റോഡിൻ്റെ സൈഡിൽ ഓടകളിൽ കാണുന്നു, പറമ്പ് അടുത്തുള്ള വീട്ടിൽ താമസിക്കുന്ന വീടിൻ്റെ അപ്പുറത്തുള്ള പറമ്പുകളിൽ കാണുന്നു, ആ പറമ്പിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നു. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതെന്ന് വെച്ചാൽ ഇത് അന്വേഷിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. ഇത് ഞാൻ പഠിക്കുന്നു. ഞാനിപ്പോൾ ഈ വർഷം കാട്ടിലൊരു 10 പാമ്പുകളെ കൊണ്ടുവിടുമ്പോൾ അടുത്ത ഒരു 5-6 ദിവസം കഴിഞ്ഞ് ഞാൻ, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് അവിടെ പോകുമ്പോൾ ഞാൻ നോക്കും അവിടെ പക്ഷികളൊക്കെ ഉണ്ടോ, നമ്മൾ അന്ന് കണ്ട ബേഡ്സ് ഉണ്ടോ, അതില്ല. അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവിട്ട പാമ്പിൻ്റെ സ്കെൽട്ടനോ സ്കിന്നോ എന്തെങ്കിലും ഷെഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട്. നോക്കിയിട്ടാണ് എൻ്റെ കൂടെ വരുന്ന ഫോറസ്റ്റുകാർക്ക് അതറിയാം. പണ്ടത്തെ ഫോറസ്റ്റുകാർക്ക് കാട് എന്താണെന്ന് അറിയാമായിരുന്നു. അവർ കാട്ടിൽ സഞ്ചരിക്കുന്നവരായിരുന്നു. അവർക്ക് ഓരോ മുക്കും മൂലകളും അറിയാം. അപ്പോൾ അന്ന് അവർ നമ്മളെ കൊണ്ട് ഇവിടെ ഇന്നതുണ്ട്, നമുക്ക് ഇന്ന സ്ഥലത്ത് വിടാം, ഇവിടെ ഫുഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വിടാം, ഫുഡ് ഉണ്ടാവും. ഇന്ന് അങ്ങനെയല്ലല്ലോ, പോണ വഴിക്ക് അങ്ങ് റിലീസ് ചെയ്യല്ലേ. വനംവകുപ്പ് പിടിക്കുന്ന പാമ്പുകൾ മാത്രം അവർ കാട്ടിലേക്ക് വിടും. ബാക്കിയുള്ളവർ പിടിക്കുന്ന പാമ്പുകൾ എവിടെ വിടുന്നു എന്ന് ഒരു കണക്കുകളോ ഒരു സംഭവങ്ങളില്ല. പക്ഷേ പുറത്ത് ധാരാളം പോകുന്നുണ്ട്. അതിന് യാതൊരു പുറത്ത് വെച്ചാൽ നമ്മുടെ വീട് വിട്ട് ബൈപ്പാസിൻ്റെ സൈഡിൽ, കായലുകളിൽ, തോടുകളിലൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് പാമ്പുകൾ. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അത് അന്വേഷിക്കേണ്ടതാണ്. കടികൾ ധാരാളം കൂടുന്നു, മരണവും കൂടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സാറിനോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. കാരണം വെച്ചാൽ സാറിന് ഒരുപാട് എന്താ പറയുക അറിയാവുന്ന ഒരാളാണ് എല്ലാ ജീവജാലങ്ങളെക്കുറിച്ച്. അപ്പോൾ നമ്മുടെ മനുഷ്യന്മാരുടെ പണ്ടത്തെ ഉള്ള ഭക്ഷണ രീതിയല്ല ഇപ്പോഴത്തെ ഭക്ഷണ രീതി. പാമ്പിൻ്റെ കടി കേൾക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ എല്ലാവരും കഴിക്കുന്നത് പകുതി വെന്ത മാംസവും ഒക്കെ കഴിക്കുന്നവർക്ക് പെട്ടെന്ന് അറ്റാക്ക് വരാം. അപ്പോൾ പാമ്പിൻ്റെ കടി കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് അറസ്റ്റ് വരാം, പെട്ടെന്ന് ഡെത്തിലേക്ക് പോകാം.